വരുന്ന മാസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതുകൂടി സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. നമ്മള് ഇങ്ങനെ ഒരു മൂവ്മെന്റ്, ഒരു യൂത്ത് മൂവ്മെന്റ് പാർട്ടി തുടങ്ങാൻ കുറെ നാളുകളായി ആലോചിച്ചുകൊണ്ടിരിക്കുക. പാർട്ടി ഓൾറെഡി ഒരു യുവജന പ്രാതിനിധ്യമുള്ള ഒരു പാർട്ടിയാണ്. പാർട്ടിയുടെ ഒരു ആവറേജ് നേതൃത്വത്തിന്റെ ഒരു ഏജ് ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, ഒരു 45 വയസ്സൊക്കെ ഉള്ള ആളുകളാണ് കൂടുതൽ ആൾക്കാർ. പിന്നെ എന്തുകൊണ്ട് ഒരു യുവജന പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത, ഈ പ്ലാനറ്റിലെ ഏറ്റവും യങ്ങസ്റ്റ് കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഏറ്റവും യങ്ങസ്റ്റ് കൺട്രി വന്നാൽ ഇന്ത്യയിൽ 65% ആളുകൾ 35 വയസ്സിന് താഴെയുള്ളവരാണ്. ഏകദേശം 50% അടുത്ത ആളുകൾ 25 വയസ്സിനോട് അടുത്തുള്ള ആളുകളാണ്. എന്ന് വെച്ചാൽ ഹൈലി യൂത്ത് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ലോകത്ത് പ്ലാനറ്റിൽ തന്നെ വേറെ അങ്ങനെ ഒരു രാജ്യമില്ല. അതുകൊണ്ട് തന്നെ യൂത്തിന്റെ ഇഷ്യൂസ് സത്യസന്ധമായി അഡ്രസ് ചെയ്യുന്നതിനുള്ള ഒരു സ്പേസ്, ഒരു കുറവ് ഈ രാജ്യത്ത് പാർട്ടി കുറച്ച് നാളായിട്ട് കാണുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, യുവജന പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഈ യാത്രയിൽ എനിക്ക് മനസ്സിലായ സംബന്ധിച്ച് പല സ്ഥലത്ത് ഇതുണ്ടെങ്കിൽ പോലും സത്യസന്ധമായി ധീരമായി ഈ രാജ്യത്തിന്റെ മുഴുവൻ യുവാക്കളെയും, ഇൻക്ലൂസീവ് ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രമല്ല, ഈ രാജ്യത്തെ മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മതമുള്ളവന്റെയും ഇല്ലാത്തവന്റെയും യുവാക്കളുടെ ഇഷ്യൂസ് അഡ്രസ് ചെയ്യുന്നതിൽ ഇവിടെയുള്ള നിലവിലുള്ള രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങൾ അട്ടർ ഫെയിലിയർ ആണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് യങ് ഡെമോക്രാറ്റ്സ് എന്ന ഒരു പ്രസ്ഥാനം ഇവിടെ തുടങ്ങണമെന്ന് നമ്മൾ ആലോചിച്ചു. ഇവിടെ ഏതെങ്കിലും ഒരു കോർണറുകളിൽ, ഏതെങ്കിലും ഒരു സമരരംഗത്ത് ഏതെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ജഗവുണ്ടാക്കുക എന്നതിനപ്പുറം ഈ രാജ്യത്തെ യുവാക്കളെ എംപവർ ചെയ്യുന്നതിന് വേണ്ടി, ശാക്തീകരിക്കുന്നതിന് വേണ്ടി സിസ്റ്റമാറ്റിക് ആയിട്ടോ കൺസിസ്റ്റന്റ് ആയിട്ടോ വർക്ക് ചെയ്യുന്ന ഒരു യുവജന പാർട്ടിയും ഈ രാജ്യത്തില്ല. ഒരുപക്ഷെ ഉണ്ടാവും, അത് BJP ആയിരിക്കും, ഭാരതീയ ജനതാ യുവമോർച്ച എന്ന് പറയുന്നത്. പിന്നെയും കൺസിസ്റ്റന്റ് ആയിട്ട് ഈ രാജ്യത്ത് ഹെയ്റ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ രാജ്യത്തെ മുഴുവൻ ചെറുപ്പക്കാരിൽ വർഗീയതയും ഭീതിയും പരത്തിക്കൊണ്ട്, വിദ്വേഷം പരത്തിക്കൊണ്ട് ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുക ഭാരതീയ യുവജന മോർച്ചയാണ്. മറ്റു പ്രസ്ഥാനങ്ങളെല്ലാം പേരിന് ഒതുങ്ങി ഈ രാജ്യത്തിന്റെ കോർണറുകളില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു ആശയം വന്നു, എങ്ങനെ വേണം, യുവജന പ്രസ്ഥാനമായിട്ട് വേണോ, വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ട് വേണോ ഈ രാജ്യത്ത് നമ്മുടെ പ്രവർത്തനം എന്നുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത്, യുവാക്കളെ ഈ രാജ്യത്തിന്റെ ഓരോ മൂലകളിലും കോർണറുകളിലുള്ള തെരുവിലുള്ള യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് രാഷ്ട്രീയ ബോധമുണ്ടാക്കി ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കേണ്ടതിന്റെ പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്തി ഈ രാജ്യത്ത് ഒരു യങ്ങിസ്ഥാനാക്കി ഈ രാജ്യത്ത് യുവാക്കളുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങേണ്ട ഇല്ലാത്ത തരത്തിലേക്ക് വളർത്താൻ അവരെ ശാക്തീകരിക്കാനാണ് പാർട്ടി തീരുമാനിച്ചത്. ക്യാമ്പസുകളിൽ നമുക്ക് വേണം, പക്ഷെ ആ ക്യാമ്പസുകളിലെ പ്രാതിനിധ്യം നമ്മൾ ആലോചിച്ചും ഒറ്റയൊക്കെ ഉണ്ടാവുള്ളൂ. കുറച്ചും വളരെ കൺട്രോൾഡ് ആയിട്ട് നമുക്ക് മതി. മറിച്ച് നമുക്ക് ചെയ്യേണ്ടത് ഈ രാജ്യത്തിന്റെ കേരളം മുതൽ കശ്മീർ വരെ, ഗുജറാത്ത് മുതൽ അങ്ങ് നോർത്ത് ഈസ്റ്റ് വരെയുള്ള ഓരോ ഗ്രാമങ്ങളിലും ഒരുപാട് യുവാക്കൾ ഈ രാജ്യത്ത് പ്രതീക്ഷയുടെ ഒരു കൊടിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ഞാനിത് ഒരു ആലങ്കാരികമായിട്ടൊന്നും പറഞ്ഞല്ല, പ്രതീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. കാരണം എന്താ, നിങ്ങളൊന്ന് ആലോചിച്ചു, ഇന്ന് നിങ്ങൾ മോബ് ലിഞ്ചിങ് കാണുന്നുണ്ടാവും. മൊബൈൽ, ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഒരുപക്ഷെ ഒബ്സർവർ പോസ്റ്റ് പോലുള്ള പല പേജുകളിലൂടെ രാജ്യത്ത് നടക്കുന്ന മൊബിലിഞ്ചിങ് കാണുന്നുണ്ടാവും. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയറിയാം, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള യുവാക്കളാണ് മൊബിലിഞ്ചിങ്ങിൽ കൂടുതലായിട്ട് മുമ്പിൽ നിൽക്കുന്നത്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടത്. നമ്മൾ ആലോചിക്കും മനസ്സിലാവുന്നു, ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ അതിശക്തമാണ്. വെറും അതിശക്തം എന്ന് പറയാൻ കഴിയില്ല. ഈ രാജ്യത്ത് തൊഴിലെടുക്കുന്ന 18-നും 29-നും വയസ്സിനിടയിലുള്ള യുവാക്കൾക്ക് 25% തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്. എന്ന് വെച്ചാല് 4-ൽ ഒരാൾക്ക് തൊഴിലില്ല. ഇനി ഡിഗ്രി ഏറ്റവും ലേറ്റസ്റ്റ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ വന്നൊരു ഡാറ്റ അനുസരിച്ച് തൊഴിൽ കൂടുതൽ വിദ്യാഭ്യാസമുള്ളവർക്ക് എന്തുണ്ടാ, തൊഴിലില്ല എന്ന് പറയുന്നത്. നിങ്ങൾ ഡിഗ്രി എടുക്കുന്നു, PG എടുക്കുന്നു, MPhil എടുക്കുന്നു, PhD എടുക്കുന്നു, എന്തായാലും പോട്ടെ, PG എടുക്കുന്നു, ശമ്പളം എത്ര കിട്ടും? 15,000 രൂപ കിട്ടും. അൺഎംപ്ലോയ്മെന്റ് മാത്രമല്ല, അണ്ടർ എംപ്ലോയ്മെന്റ്. എന്ന് വെച്ചാൽ ഈ രാജ്യത്തിന്റെ എംപ്ലോയ്മെന്റും എഡ്യൂക്കേഷനും തമ്മിൽ ടാലി ആവുന്നില്ല. നമ്മൾ പഠിച്ച ഡിഗ്രികളൊന്നും കൊണ്ട് ഈ രാജ്യത്തെ സ്ഥാപനങ്ങളിൽ മറ്റും പോയി തൊഴിലെടുക്കാൻ കഴിയുന്നില്ല. നിസ്സാരമായ തൊഴിൽ ചെറുപ്പക്കാരെ അലയേണ്ടി വരിക. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഡ്രെയിന്റെ ഭാഗമായി ഈ രാജ്യം വിട്ട് വേറെ രാജ്യങ്ങളിൽ പോവുക, പലരും നാട് വിട്ടു പോവുക. ഞാൻ ഈ അടുത്തൊരു ചെറിയ ഒരു ജെൻസി പയ്യനെടുത്ത് ചോദിച്ചു, അവൻ പറഞ്ഞു ഞാൻ യൂറോപ്പ് കാനഡയിലേക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാനോട് ചോദിച്ചു, നീ എന്തിനാ കാനഡയിലേക്ക് പോകണം?
അപ്പൊ ഇവിടെ നിന്നിട്ട് എന്തിനാണ് ചോദിച്ചത്? നമുക്കതിന് മറുപടി ഉണ്ടോ? ഈ രാജ്യത്ത് നിന്നിട്ട് അവനിക്ക് അന്തസ്സായ ഒരു തൊഴിൽ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവൻ എന്ത് ചിന്തിക്കുന്നു? കുറച്ചുകൂടി സ്വസ്ഥമായി, കുറച്ചുകൂടി ഭയമില്ലാത്ത, അത് മറ്റൊരു സംഗതിയാ. ഈ രാജ്യത്ത് ഭയമില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പൊ ഇത് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അപ്പൊ യുവാക്കൾ ചിന്തിക്കുകയാണ് കുറച്ചുകൂടി കംഫർട്ടായുള്ള യൂറോപ്പ് രാജ്യങ്ങളിൽ പോയിട്ട് തൊഴിലെടുത്ത് അന്തസ്സായ വരുമാനത്തിൽ ജീവിക്കാം, കൊള്ളാം. അവിടെ 2ാം പൗരനായാലും കുഴപ്പമില്ല, 3ാം പൗരനായാലും കുഴപ്പമില്ല. ഈ രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ യുവാക്കളുടെ ചിന്ത പോകുന്നതിന്റെ കാരണം എന്താ? ഈ രാജ്യത്തെ ഫെസിലിറ്റീസ്, ഈ രാജ്യത്തെ സംവിധാനങ്ങൾ ഈ രാജ്യത്തെ യുവാക്കളെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. അവർ അഡ്രസ് ചെയ്യുന്നില്ല. നിങ്ങൾ പൊളിറ്റിക്കൽ